ഈ നാളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സമൂഹത്തിൽ നല്ലത് ചെയ്യുന്ന വ്യക്തികളെ പോലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണത. അതായത് ഒരു വ്യക്തിയിൽ എന്തെങ്കിലും ഒരുപക്ഷെ ആ വ്യക്തി വളരെ നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണെങ്കിലും 100 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ആ വ്യക്തിയെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയും പരസ്യമായിട്ട് വിചാരണ ചെയ്ത് അവരെ സമൂഹത്തിൽ അവരുടെ സകല വിലയും നിലയും എല്ലാം ഇല്ലാതാക്കി അവരെ ഒന്നുമല്ലാതെ സമൂഹത്തിൽ തരം താഴ്ത്തി കാണിക്കുന്ന ഒരു പ്രവണത. ഒരു വ്യക്തി അത് ചെയ്താൽ പോലും പിന്നീട് മറ്റു പല യൂട്യൂബേഴ്സും, ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് അതിനകത്തുനിന്നൊരു ഒത്തിരി പണം ലഭിക്കാൻ വേണ്ടി അവർ പലതരത്തിൽ വാർത്തകളെ വളച്ചൊടിക്കാറുണ്ട്. അങ്ങനെയൊരു വാർത്ത വളച്ചൊടിച്ചു കൊണ്ടുവന്നതാണ് നമുക്കറിയാം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ മുഖാന്തരം അച്ചായൻസിനെതിരായിട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഓർക്കണം, ഈ ഒരു ആരോപണം ആ വ്യക്തിക്കെതിരായിട്ട് വരുമ്പോൾ ഇതുവരെ അദ്ദേഹം എത്ര നല്ല പ്രവൃത്തി ചെയ്തൊരു വ്യക്തിയാണ്. എത്ര വീടുകൾ അദ്ദേഹം എത്രയോ പാവപ്പെട്ടവർക്ക് ഒത്തിരി വീടുകൾ വെച്ചു കൊടുത്ത നന്മ പ്രവൃത്തി ചെയ്ത ഒരേ ഒരു വ്യക്തിയാണത്. ഒരേ ഒരു വ്യക്തി എന്നല്ല, അനവധി വ്യക്തികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ താൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തനിക്കെതിരായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം കൊണ്ടുവരാനിടയായിത്തീർന്നു. നമുക്ക് ആ ഭാഗങ്ങളെല്ലാം നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ വീട് ആ ഒരു പാവപ്പെട്ട ഒരു കാല് വയ്യാത്ത ആ ഒരു കുടുംബത്തിന് ലൈഫ് മിഷൻ വഴി ഒരു വീട് ലഭിച്ചു. ആ വീട് ലഭിക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ എത്ര രൂപയാകും എന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വീട് വെച്ചാൽ പോലും എത്രയോ ലക്ഷങ്ങൾ ചിലവാകും. അപ്പോൾ ഇന്നത്തെ കാലത്തെ പണിയുടെ ചിലവും അതുപോലെ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ചിലവ്, സാധനങ്ങളുടെ വില എല്ലാം വെച്ച് നോക്കുമ്പോൾ 4 ലക്ഷം രൂപ കൊണ്ട് അല്ലെങ്കിൽ ലൈഫ് മിഷൻ അനുവദിക്കുന്ന പണം കൊണ്ട് ഒരിക്കലും ഒരു വീട് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന് ലൈഫ് മിഷനിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഒരിക്കലും ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവർ മറ്റു പലയിടത്തുനിന്നും കടമെടുക്കേണ്ടതായിട്ട് വരും. കാര്യം മറ്റു പല രീതിയിൽ പണം ഉണ്ടാക്കേണ്ടത് വരും. മാത്രമല്ല ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കണം, ആ വീട്ടിലേക്ക് കയറി പോകാനുള്ള വഴിയൊക്കെ വളരെയധികം ദുർഘടമായിട്ടുള്ള വഴി, വളരെ കുറച്ച് ദൂരം കയറി ചെല്ലണം. നിങ്ങൾക്കറിയാം സാധനങ്ങൾ കൊണ്ട് ഇറക്കിയ സാധനങ്ങൾ ആ വീട്ടിലെത്തിക്കാൻ തന്നെ എത്ര ലക്ഷം രൂപ ചിലവായിട്ടുണ്ടായിരിക്കാം. അതുപോലെ അവിടെയുള്ള പണികളുടെ കാര്യങ്ങൾ, ആ വീട് ഏറ്റവും മനോഹരമായിട്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ആ വീട്ടുകാർ പോലും അതിന് അച്ചായൻസ് പണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. അതുപോലെ അവിടെ പണി ചെയ്ത മേസ്തിരി പറയുന്നുണ്ട് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ തെളിവും അങ്ങനെ ഇരിക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് ആ ഒരു വീടിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ അച്ചായൻസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് ഓർക്കണം, ഒരു സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണെന്ന് പറയാതിരിക്കാൻ വഴിയ. മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തികച്ചും ഒരു മനുഷ്യന്റെ അവകാശത്തിന്റെ ലംഘനമാണ്. കാര്യം ഒരാളെ തേജോവധം ചെയ്യുമ്പോൾ യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു തരത്തിലുമുള്ള എവിഡൻസ് ഇല്ലാതെ ഒരു വ്യക്തിക്കെതിരായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യക്തികൾക്കെതിരായിട്ടുള്ള നടപടികൾ എടുക്കുക തന്നെ ചെയ്യണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ വ്യക്തി, ആ യൂട്യൂബ് നടത്തുന്ന ആ വ്യക്തി തികച്ചും വസ്തുതാപരമായിട്ടുള്ള ആരോപണങ്ങളല്ല താൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി അവരെ ഈ വ്യക്തിയെ അച്ചാൻസ് എന്ന് പറയുന്ന ആളെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ മാനത്തെ കളയുന്ന രീതിയിൽ, അതായത് വ്യക്തി ഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്, വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ആണ് താൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, അച്ചായൻസ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു നിലയുണ്ട്, ഒരു വിലയുണ്ട്. അപ്പോൾ അതിനെല്ലാം ഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബർ തികച്ചും കുറ്റക്കാരൻ തന്നെയാണ്. അത് മറ്റേ ആളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ, അദ്ദേഹത്തിന് ജീവിക്കാനും അദ്ദേഹത്തിന്റെ പ്രവൃത്തി ചെയ്യാനും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഇന്ത്യയുടെ നിയമത്തിന് വിരുദ്ധമായിട്ടൊരു പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അദ്ദേഹം നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒരാൾക്ക് തന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ള സകല നിയമ സാധുതകളെയും ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിനകത്ത് അതിനകത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ തകർക്കാൻ, വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ചെയ്ത ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു നല്ല പ്രവണതയല്ല, തികച്ചും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരായിട്ട് നടപടി എടുക്കണം തന്നെയാണ് അഭിപ്രായം. അതിന് നിയമ സാധ്യതകളുമുണ്ട്, അങ്ങനെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും മാനനഷ്ടത്തിന് തന്നെ കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ആ വ്യക്തിക്കെതിരായിട്ട് അങ്ങനെ ഒരു കേസ് തന്നെ കൊടുക്കണം. ഞാനൊരു കാര്യം കൂടെ പറയാം, മാത്രമല്ല ഒരിക്കലും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ളവരുടെ വീഡിയോ
വീഡിയോ കാണാതിരിക്കുക. അങ്ങനെയുള്ളവരുടെ ചാനലുകളെ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും അത് സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ അതിന് കമൻറ്റ് ചെയ്തോ ഒരിക്കലും അതിന് റീച്ച് കൂട്ടാൻ ശ്രമിക്കരുത്. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിന് റീച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് അതിന് എന്തായാലും നമുക്കത് പറ്റുന്നില്ല. നമുക്കറിയാം സമൂഹത്തിന് ഒരു ഗുണകരമായിട്ടുള്ളൊരു വീഡിയോ അല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റും, അതിനെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾ അതിന് നെഗറ്റീവായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള ആ വീഡിയോക്കെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവണതകൾ കുറയും. അതല്ല, നിങ്ങൾ ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഇങ്ങനെയുള്ള യൂട്യൂബർമാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ 100% ഞാൻ പറയാം അത് വളരെ വലിയ ദുരന്തമായിരിക്കും ഭാവി കാലത്ത് സംഭവിക്കുന്നത്. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി, അവർക്ക് പണം ഉണ്ടാക്കാൻ അവരെന്തും ചെയ്യും. ആരെയും വിൽക്കും, ആരെയും കൊല്ലാൻ ശ്രമിക്കും, ആരെയും തേജോവധം ചെയ്യും. അവരുടെ ക്യാമറകൾ വീടിൻ്റെ മുറിക്കുള്ളിൽ വരെ വരും. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ രഹസ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യ സ്ഥലത്ത് പോലും അവരുടെ ക്യാമറകൾ വരുന്ന കാലം വിദൂരമല്ല. ഇതിനൊരു കടിഞ്ഞാനിട്ടില്ലെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു ലോക്ക് ഇടേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. അത് ചെയ്യേണ്ടത് ഗവൺമെന്റിനേക്കാൾ ഉപരി നമ്മൾ ജനങ്ങൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം. അതുകൊണ്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോയ്ക്കെതിരായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ ഇത് ഗുണകരമല്ല എന്ന് തോന്നിയാൽ, മറ്റൊരാളെ തേജോവധം ചെയ്യുന്ന, മറ്റൊരാളെ ഇല്ലാതാക്കുന്ന, അവരുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ, ഈവൻ നമുക്കറിയാം ചില പ്രാങ്കുകൾ പോലും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. അപ്പോൾ അതൊന്നും ഒരിക്കലും നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യരുത്. ഒരു തരത്തിലും ആ വീഡിയോ കണ്ടോ ഷെയർ ചെയ്തോ അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തോ ഒന്നും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങൾ അതിനെ ഡിസ്ലൈക്ക് ചെയ്യുക, അതിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോയ്ക്കകത്ത് പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് അല്ല എന്നുള്ളത് യൂട്യൂബിനെ തന്നെ അറിയിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഇതിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് പൂർണ്ണമായും അച്ചായൻസിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എത്രയോ ആളുകൾക്ക്, പാവപ്പെട്ട വ്യക്തികൾക്ക് വീട് വെച്ച് കൊടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇനിയും വീണ്ടും അനേകം ആളുകളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ തന്നെ പ്രൊമോഷൻ ഉണ്ടായിരിക്കാം. അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഗോൾഡിന്റെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ജുവലറികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള വീഡിയോകൾ കൂടെ അദ്ദേഹത്തിന് റീച്ച് കിട്ടും. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണങ്ങൾ മറ്റുള്ളവർ വാങ്ങിക്കും. ഒരുപക്ഷെ അതിനകത്ത് ബിസിനസ് തന്ത്രങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ എത്രയോ ബിസിനസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരാരും ചെയ്യാത്ത എത്രയോ നല്ല കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹം ചെയ്തോട്ടെ. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി, അദ്ദേഹം ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊരിക്കലും നമ്മളായിട്ട് തടയിടാൻ പാടില്ല. അദ്ദേഹത്തിൽ കൂടെ മറ്റൊരാൾക്ക് കൂടെ ഒരു വീട് ലഭിച്ചെങ്കിൽ, മറ്റൊരാൾക്കൊരു നല്ല ഒരു എമൗണ്ട് ലഭിച്ചാൽ അത് ഏറ്റവും ഗുണകരം തന്നെയാണ്. നമുക്കറിയാം, ഒരു വീട് വെക്കുമ്പോൾ ഒരു വീട് പണിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതിനകത്ത് ഈവൻ ഒരു 10,000 രൂപയാണ് ഇദ്ദേഹം കൊടുത്തെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർക്കണം, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ആ വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഏകദേശം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഓർക്കണം, ഒരു വീട് പണി നടക്കുമ്പോൾ നമ്മൾ എത്രയോ ആളുകൾ വീട് പണി നടക്കുമ്പോൾ 1,000 രൂപയ്ക്ക് വേണ്ടി പല വീടുകളുടെ മുമ്പിൽ പോയി നിൽക്കാറുണ്ട്. പലരോട് ചോദിക്കാറുണ്ട്, എനിക്കൊരു 10,000 രൂപ തരാമോ, ഒരു 20,000 രൂപ തരാമോ, അല്ലെങ്കിൽ അടുത്ത ഗഡു കിട്ടുമ്പോൾ ആ പണം തരാം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലങ്ങൾ നമ്മളൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈവൻ ഒരു 10,000 രൂപ കൊടുത്താൽ പോലും വലിയൊരു സഹായമാണെന്നിരിക്കെ 4.5 ലക്ഷം രൂപ കൊടുത്ത് ആ വീടിൻ്റെ പൂർത്തീകരണത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര നല്ല ഹൃദയത്തിനുടമയാണ്. അദ്ദേഹത്തെ എത്രമാത്രം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അദ്ദേഹത്തിനെ നമ്മൾ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അദ്ദേഹം ഇനിയും ഇതുപോലെ അനേകം വീടുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാവകാശങ്ങൾ ലഭിക്കട്ടെ, അതിനുള്ള വഴികൾ തുറക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വ്യക്തിക്ക് വീണ്ടും മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കണം. അതുപോലെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബർ, അതുപോലെയുള്ള യൂട്യൂബർമാരെ നിങ്ങൾ ഒരിക്കലും മുഖവിലക്കെടുക്കരുത്. അങ്ങനെയുള്ളവർക്ക് റീച്ച് ലഭിക്കാനുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക.